2024 മെയ് 7 ചൊവ്വ. ഇന്ന് 1199 മേടം 24. വാർത്തകൾ വായിക്കുന്നത് ജി രവി. വെസ്റ്റ് നൈൽ ഫീവർ 10 പേർക്ക്, രോഗം ബാധിച്ച് 2 പേർ മരിച്ചു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 10 പേർക്ക് വെസ്റ്റ് നൈൽ ഫീവർ സ്ഥിരീകരിച്ചു. ഇതിൽ 4 പേർ കോഴിക്കോട് ജില്ലക്കാരാണ്. 2 പേർ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചിട്ടുണ്ട്. വൃക്ക മാറ്റിവെച്ച ശേഷം തുടർ ചികിത്സയിൽ കഴിയുന്ന ഇവരുടെ മരണം ഈ രോഗം മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. രോഗം ബാധിച്ച് കോഴിക്കോട് ജില്ലക്കാരനായ ഒരാൾ ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. രോഗലക്ഷണങ്ങൾ കാണപ്പെട്ടവരുടെ രക്തം, നട്ടലിൽ നിന്ന് കുത്തിയെടുത്ത നീര് എന്നിവ മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗത്തിലെ VRDL പരിശോധന നടത്തിയപ്പോഴാണ് രോഗം വെസ്റ്റ് നൈൽ ഫീവറാണെന്ന് കണ്ടെത്തിയത്. പിന്നീട് സ്രവങ്ങൾ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലേക്ക് അയക്കുകയും അവിടെ നിന്ന് വെസ്റ്റ് നൈൽ ഫീവറാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു. പനി, തലവേദന, അപസ്മാരം, പെരുമാറ്റത്തിലെ വ്യത്യാസം, ബോധക്ഷയം, കൈകാൽ തളർച്ച തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. ഇതിന് സമാനമാണ് മസ്തിഷ്ക ജ്വരത്തിൻ്റെയും ലക്ഷണങ്ങൾ. അതിനാൽ രോഗബാധയുണ്ടായ ചിലർക്ക് മസ്തിഷ്ക ജ്വരമാണെന്ന നിഗമനത്തിലാണ് ആദ്യം ചിലയിടത്ത് ചികിത്സ നൽകിയതെന്ന് പറയുന്നു. മെഡിക്കൽ കോളേജിലെ VRDL ലാബിലെ പരിശോധനയിലെ സ്ഥിരീകരണത്തിന് ശേഷമാണ് തുടർ നടപടികളുണ്ടായത്. ക്യൂലെക്സ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരില്ല. രോഗം ബാധിച്ച മൃഗം, പക്ഷി തുടങ്ങിയവയെ കടിച്ച കൊതുക് മനുഷ്യനെ കടിക്കുമ്പോഴാണ് രോഗം പകരുക. പ്രതിരോധശേഷി കുറഞ്ഞവരിലാണ് രോഗം കൂടുതൽ അപകടകാരിയാവുക. ഗാസ 7 മാസം 34,735 മരണം. വെടിനിർത്തൽ അംഗീകരിച്ച് ഹമാസ്, പ്രതികരിക്കാതെ ഇസ്രായേൽ കിഴക്കൻ റഫ ഒഴിപ്പിച്ചു. ഹമാസ് നീക്കം റഫയിൽ ആക്രമണം ആസന്നമായിരിക്കെ. റഫ ആക്രമണത്തിന് മുന്നോടിയായി പട്ടാളത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഈജിപ്തും ഖത്തറും ചേർന്ന് തയ്യാറാക്കിയ വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി ഹമാസ് അറിയിച്ചു. താൽക്കാലിക വെടിനിർത്തലിനുള്ള വ്യവസ്ഥകളിൽ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ സമ്മതം അറിയിച്ചെങ്കിലും ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വ്യവസ്ഥകൾ സർക്കാർ പരിശോധിക്കുകയാണെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹമാസ് അറിയിപ്പിന് പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ ജനമാഘോഷം തുടങ്ങിയിരുന്നു. 10 ലക്ഷത്തിലേറെ പലസ്തീൻകാരാണ് തെക്കൻ ഗാസയിലെ ഈജിപ്ത് അതിർത്തിയോട് ചേർന്ന പട്ടണമായ റഫയിലെ അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നത്. 20 കിലോമീറ്റർ അകലെയുള്ള അഭയകേന്ദ്രത്തിലേക്ക് പോകാനാണ് സൈന്യത്തിൻ്റെ അറിയിപ്പ്. പെരുമഴയിൽ ജനങ്ങൾ പലായനം ആരംഭിച്ചു. റഫ ആക്രമിക്കുന്നത് ഇസ്രായേൽ സൈന്യത്തിന് വിനോദയാത്രയാവില്ലെന്ന് ഹമാസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേലിനെ തടയാൻ രാജ്യാന്തര സമൂഹം അടിയന്തര ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടു. ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിന് 7 മാസം പൂർത്തിയാകുമ്പോൾ ആകെ മരണം 34,735 വർദ്ധിച്ചു. 78,108 പേർക്ക് പരിക്കേറ്റു. മാത്യു കുഴൽനാടൻ്റെ ഹർജി വിജിലൻസ് കോടതി തള്ളിയത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി. ശശിധരൻ കർത്തായുടെ കമ്പനിയിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയും കമ്പനിയും 1.72 കോടി രൂപ കൈപ്പറ്റിയത് അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മാത്യു കുഴൽനാടൻ MLA നൽകിയ ഹർജി തിരുവനന്തപുരം വിജിലൻസ് കോടതി തള്ളി. പ്രത്യുപകാരമായി കർത്തായുടെ കമ്പനികളായ CMRL, KREML എന്നിവയെ മുഖ്യമന്ത്രി വഴിവിട്ട് സഹായിച്ചെന്നായിരുന്നു ഹർജിയിലെ ആരോപണം. അഴിമതി നിരോധന നിയമപ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ഹർജിയിലോ സമർപ്പിച്ച രേഖകളിലോ കണ്ടെത്താനായില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. വസ്തുതകളല്ല, സംശയങ്ങളാണ് ആരോപണങ്ങൾക്ക് അടിസ്ഥാനം. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന നിരീക്ഷണവും കോടതി നടത്തി. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണൽ വാരാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളായ KMML, IREL എന്നിവയ്ക്ക് വിപണി വില നോക്കാതെ സർക്കാർ കരാർ നൽകിയെന്നും ഈ ധാതുമണൽ ലഭിച്ചത് CMRLനാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ സൗജന്യമായോ അല്ലെങ്കിൽ കുറഞ്ഞ നിരക്കിലോ CMRLന് കൊടുത്തെന്ന പരാതി ഹർജിയിലില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഭൂമി കൈവശം വെച്ച കേസുമായി ബന്ധപ്പെട്ട് അനുയോജ്യമായ നടപടിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളൂവെന്നും എന്തെങ്കിലും പ്രത്യേക നടപടി ശുപാർശ ചെയ്തിട്ടില്ലെന്നും കോടതി വിലയിരുത്തി. വിലക്ക് ലംഘിച്ച് കടൽ തീരത്ത് പ്രവേശിച്ചു 5 യുവ ഡോക്ടർമാർക്ക് തിരയിൽപ്പെട്ട് ദാരുണാന്ത്യം. സഹപാഠിയുടെ ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ 2 വനിതകൾ ഉൾപ്പെടെ 5 യുവ ഡോക്ടർമാർക്ക് തിരയിൽപ്പെട്ട ദാരുണാന്ത്യം. കന്യാകുമാരി ജില്ലയിൽ നാഗർകോവിൽ ഗണപതിപുരത്തിനു സമീപം ലെമൂർ ബീച്ചിൽ ഇന്നലെ രാവിലെ 10ഓടെയാണ് നാടിനെ കണ്ണീരിലാഴ്ത്തിയ സംഭവം.
3 ഡോക്ടർമാരെ മത്സ്യത്തൊഴിലാളികളും മറ്റും ചേർന്ന് രക്ഷപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട് തെക്കൻ തമിഴ്നാട്ടിലും കേരളത്തിലും ഉയർന്ന തിരമാലകൾ സംബന്ധിച്ച മുന്നറിയിപ്പ് നിലനിൽക്കെ വിലക്കുലംഘിച്ച് കടൽ തീരത്ത് പ്രവേശിച്ചവരാണ് അപകടത്തിൽപ്പെട്ടത്. 12 പേരുള്ള സംഘത്തിലെ 8 പേർ കടലിലിറങ്ങി കാൽ നനയ്ക്കുമ്പോഴാണ് തിരയെടുത്തത്. 4 പേർ സംഭവസ്ഥലത്ത് മരിച്ചു. കുളച്ചൽ കോസ്റ്റൽ പോലീസ്, നാഗർകോവിൽ അഗ്നിരക്ഷാസേന എന്നിവരുടെ നേതൃത്വത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. മത്സ്യത്തൊഴിലാളികളും മറ്റും ചേർന്ന് രക്ഷപ്പെടുത്തിയ 4 പേരിൽ ഒരാൾ ആശാരിപ്പള്ളം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചു. 3 പേർ ഇതേ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മരിച്ചവർ തിരുച്ചിറപ്പള്ളിയിലെ SRM മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൗസ് സർജൻസി പൂർത്തിയാക്കിയവരാണ്. മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കള്ളക്കടൽ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി ഇന്ന് തെക്കൻ തമിഴ്നാട്ടിലും കേരള തീരത്തും ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. 7 സർട്ടിഫിക്കറ്റുകൾക്ക് പകരം ഡിജിറ്റൽ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ്. കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഇനി ഉടമസ്ഥത, അതായത് ഓണർഷിപ്പ് ഉൾപ്പെടെ 7 സർട്ടിഫിക്കറ്റുകൾക്ക് തുല്യമായ ബിൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഡിജിറ്റലായി ലഭിക്കും. ഉടമസ്ഥതയ്ക്ക് പുറമെ കെട്ടിടത്തിൻ്റെ കാലപ്പഴക്കം, വിസ്തീർണം, മേൽക്കൂരയുടെ തരം, ഏതു വിഭാഗത്തിലാണ് കെട്ടിടത്തിന് നികുതി ഇളവ്, നികുതി കുടിശ്ശിക ഇല്ലെന്നതിൻ്റെ രേഖ, നികുതി വിശദാംശങ്ങൾ എന്നിവയാണ് ബിൽഡിംഗ് സർട്ടിഫിക്കറ്റിൽ ഉണ്ടാവുക. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഇടപാടുകൾ, വീട്ടുവിലാസ രേഖ, നികുതി കുടിശ്ശിക ഇല്ലെന്നതിന് തെളിവ്, റേഷൻ കാർഡിൻ്റെയും മറ്റും അപേക്ഷ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഈ ഒറ്റ സർട്ടിഫിക്കറ്റ് മതിയാകും. സർട്ടിഫിക്കറ്റുകളുടെ എണ്ണം കുറയ്ക്കുക എന്ന 2021 സർക്കാർ ഉത്തരവിൻ്റെ ചുവട് പിടിച്ചാണ് ഇൻഫർമേഷൻ കേരള മിഷൻ ഇത്തരമൊരു സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയത്. ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങാനായില്ല, പരിഷ്കാരം നിർത്തിവെച്ച് സർക്കുലർ. സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്ന ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നലെയും തുടങ്ങാനായില്ല. CIT ഒഴികെയുള്ള സംഘടനകൾ പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിലാണ് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ മുടങ്ങിയത്. അത്യാവശ്യ സാഹചര്യത്തിൽ ടെസ്റ്റിന് എത്തിയവരെയും പ്രതിഷേധക്കാർ തടഞ്ഞു തിരിച്ചയച്ചു. പഴയ സർക്കുലറിലെ നിർദ്ദേശമാണോ അതോ കഴിഞ്ഞ ദിവസം ഇളവ് വരുത്തിയ ടെസ്റ്റാണോ നടത്തേണ്ടതെന്ന് കൃത്യതയില്ലെന്ന കാരണം പറഞ്ഞ് ഉദ്യോഗസ്ഥരും കേന്ദ്രങ്ങളിൽ നിന്ന് പിൻവാങ്ങി. ഇതേ തുടർന്ന് എല്ലാ പരിഷ്കാര നടപടികളും തൽക്കാലം മാറ്റിവെച്ചുള്ള അന്തിമ സർക്കുലർ ഗതാഗത കമ്മീഷണർ ഇന്നലെ വൈകിട്ട് പുറത്തിറക്കി. BSNL 4G ഓഗസ്റ്റിൽ. പരീക്ഷണഘട്ടത്തിൽ സെക്കൻഡിൽ 40 മുതൽ 45 MB വരെ വേഗം. BSNL 4G ഓഗസ്റ്റിൽ രാജ്യമാകെ ആരംഭിച്ചേക്കും. പരീക്ഷണഘട്ടത്തിൽ സെക്കൻഡിൽ 40 മുതൽ 45 MB വരെ വേഗം കൈവരിച്ചതായാണ് റിപ്പോർട്ട്. പഞ്ചാബിലാണ് നിലവിൽ പരീക്ഷണം നടക്കുന്നത്. 8 ലക്ഷത്തോളം ഉപയോക്താക്കൾ പരീക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഏകദേശം 9000 4G ടവറുകളാണ് രാജ്യത്ത് നിലവിലുള്ളത്. ഇതിൽ 6000 എണ്ണം പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, UP, ഹരിയാന എന്നിവിടങ്ങളിലാണ്. കഴിഞ്ഞ 4-5 വർഷങ്ങളായി 4G ഉപയോഗിക്കാൻ കഴിയുന്ന സിം കാർഡുകളാണ് BSNL നൽകുന്നത്. തീർത്തും പഴയ സിം ഉപയോഗിക്കുന്നവർ മാത്രമേ പുതിയ സിം എടുക്കേണ്ടതുള്ളൂ. 4G സേവനമില്ലാത്തതിനാൽ ലക്ഷക്കണക്കിന് ഉപയോക്താക്കൾ BSNL ഉപേക്ഷിക്കുന്നുവെന്ന് BSNL എംപ്ലോയീസ് യൂണിയൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. വന്യജീവി സംഘർഷം 10 ഇടങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനം വരും. വന്യജീവി സംഘർഷം രൂക്ഷമായ കേരളത്തിലെ 10 ഇടങ്ങളിൽ മുന്നറിയിപ്പ് സംവിധാനം, അതായത് ഏർലി വാർണിംഗ് സിസ്റ്റം സജ്ജമാക്കാൻ തീരുമാനം. ഓരോ വന്യജീവിയെയും പ്രതിരോധിക്കുന്നതിന് വിദേശ രാജ്യങ്ങൾ അനുവർത്തിക്കുന്ന മാർഗങ്ങളും, അതായത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ നടപ്പാക്കും. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് വനംവകുപ്പ് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ആദ്യ ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം. ജനങ്ങളുടെ സഹകരണത്തോടെ പ്രതിരോധ നിവാരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ പ്രശ്നപരിഹാരം നിർദ്ദേശിക്കുന്നതിനും സമിതി അംഗങ്ങളെ ചുമതലപ്പെടുത്തി. തുടർ യോഗങ്ങളും ശില്പശാലകളും നടത്താനും ദീർഘകാല ഹ്രസ്വകാല നടപടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും തീരുമാനിച്ചു. അധ്യാപകർക്ക് ഇത്തവണയും പകൽ ക്യാമ്പ് മാത്രം. സ്കൂൾ അധ്യാപകരുടെ അവധിക്കാല പരിശീലനത്തിന് ഇത്തവണ റെസിഡൻഷ്യൽ ക്യാമ്പുകളില്ല. അധ്യാപക പരിശീലനം പൂർണ്ണമായും റെസിഡൻഷ്യൽ ക്യാമ്പുകളാക്കുമെന്ന് 2 വർഷം മുൻപ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പരീക്ഷണം പാളിയതോടെ ഈ നീക്കത്തിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പിൻവാങ്ങുകയാണ്. ഭാരിച്ച ചെലവും അനുയോജ്യമായ സ്ഥലം കണ്ടെത്താനുള്ള ബുദ്ധിമുട്ടും പ്രശ്നമാണ്. റെസിഡൻഷ്യൽ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ അധ്യാപകർക്ക് പൊതുവെ താൽപ്പര്യക്കുറവുണ്ട്. കഴിഞ്ഞ 2 അധ്യയന വർഷവും ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ റെസിഡൻഷ്യൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകർക്കും ആദ്യമായി ഇത്തവണ വാർഷിക പരിശീലനം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അത് അവധിക്കാലത്തല്ല.
അധ്യയന വർഷം ആരംഭിച്ച ശേഷം ജൂണിലാകും 4 ദിവസത്തെ പകൽ ക്യാമ്പ് നടത്തുക. വിഷയാടിസ്ഥാനത്തിലുള്ള ക്യാമ്പിൻ്റെ ഒരു ബാച്ചിൽ 40 പേർ വീതമുണ്ടാകും. ജൂൺ 4-ന് ക്യാമ്പുകൾ ആരംഭിക്കാനാണ് തീരുമാനം. SSLC ഫലം നാളെ. SSLC പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3-ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3-ന് പ്രഖ്യാപിക്കും. മുൻ വർഷങ്ങളേക്കാൾ നേരത്തെയാണ് ഇത്തവണ ഫലപ്രഖ്യാപനം. ശുഭദിനം. നന്ദി.